പെട്ടിയിലടച്ച പണം 16 മണിക്കൂർ കൊണ്ട് ഇരട്ടിക്കുമെന്ന് വിശ്വസിപ്പിച്ചു. എന്നിട്ട് തട്ടിപ്പ് നടത്തി. ഇടുക്കി മണിയാറൻകുടി സ്വദേശിയാണ് വിചിത്രമായ ഈ തട്ടിപ്പിന് ഇരയായത്. സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്. പെട്ടിയിൽ അടച്ചു സൂക്ഷിക്കുന്ന പണം 16 മണിക്കൂറിന് ശേഷം ഇരട്ടിക്കുമെന്ന് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. ഇടുക്കി മണിയാറൻകുടി സ്വദേശിക്ക് നഷ്ടമായത് 7 ലക്ഷം രൂപയാണ്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: ഒരു പരിചയക്കാരനിൽ നിന്നാണ് നോട്ട് ഇരട്ടിപ്പ് സംഘത്തെക്കുറിച്ച് പരാതിക്കാരൻ അറിയുന്നത്. തനിക്ക് പണം ഇരട്ടിപ്പിച്ച് നൽകണമെന്ന് പറഞ്ഞ് തമിഴ്നാട് സ്വദേശികളായ ഈ സംഘത്തെ ഇയാൾ ബന്ധപ്പെട്ടു. ഈ മാസം 16-ന് സംഘം ചെറുതോണിയിലെത്തി. എന്നാൽ പരാതിക്കാരന് പണം സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല. 17-ന് പണം ലഭിച്ചതോടെ പരാതിക്കാരൻ തട്ടിപ്പുകാരെ ബന്ധപ്പെട്ടു. തട്ടിപ്പുകാർ പരാതിക്കാരന്റെ വീട്ടിലെത്തി പണം കൈപ്പറ്റുകയും ഈ പണം ഒരു പെട്ടിയിലടച്ച് ഇരട്ടിക്കുമെന്ന് വിശ്വസിപ്പിച്ച് മടങ്ങുകയുമായിരുന്നു. സംശയം തോന്നിയ പരാതിക്കാരൻ പെട്ടി തുറന്നു നോക്കിയപ്പോൾ പണത്തിന് പകരം തനിക്ക് ലഭിച്ചത് പേപ്പർ ബണ്ടിലുകളായിരുന്നു. സോണിയുടെ വെള്ളം ബക്കറ്റിൽ എടുത്തുകൊണ്ട് ഞാൻ പറയുകയും ആ സമയത്ത് ഈ ഒറിജിനൽ നോട്ട് മാറ്റുകയും ഇവർ കൊണ്ടുവന്ന ആ പൊടി സെല്ലഫൈൻ ടാപ്പ് വിൽക്കിയതിന് ശേഷം ഒരു ഇലക്ട്രിക് വയറിൻ്റെ ഒരു ഭാഗം ഇവരുടെ രണ്ട് കവർ ടേപ്പിൽ ബന്ധിപ്പിക്കുകയും ഒരു അറ്റം ഒരു ബക്കറ്റ് ലൈനി അല്ലെങ്കിൽ അതിനകത്ത് വെച്ചതിന് ശേഷം 16 മണിക്കൂറിന് ശേഷം ഈ നോട്ട് ഇരട്ടിയാവും എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇവരുടെ ഒറിജിനൽ 7 ലക്ഷം രൂപ കറൻസിയായിട്ട് ഈ പറഞ്ഞ മൂല്യനും അയാളുടെ ഒരു സഹായം തമിഴ്നായിട്ട് കടന്നു വന്നു. തമിഴ്നാട് സ്വദേശികളായ മുരുകനും ഇയാളുടെ സഹായിയും ചേർന്നാണ് ഈ തട്ടിപ്പ് നടത്തിയത്. ഇവരെ രക്ഷപ്പെടാൻ സഹായിച്ചതിനാലാണ് കോതമംഗലം സ്വദേശിയും ഏറെ നാളായി തമിഴ്നാട്ടിൽ താമസിക്കുകയും ചെയ്യുന്ന സിറാജുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പണം നഷ്ടപ്പെട്ട അന്ന് തന്നെ പരാതിക്കാരൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയെങ്കിലും വിവരങ്ങൾ പലതും മറച്ചുവെക്കുകയായിരുന്നു. ഇതാണ് പ്രതികളെ അതിർത്തി കടക്കാൻ സഹായിച്ചത്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.